ജീവിതത്തിലും ഇതുവഴി ഒരു കുറയും ഒരു വായും കൈവച്ച് ശുഭ്രവസ്ത്രധാരിയായി ഇതുവഴി കടന്നു പോയിട്ടുള്ള കാണാത്തവരായിട്ട് ആരും ഉണ്ടാകും. എപ്പോഴും എല്ലാവരോടുമൊപ്പം എല്ലാവർക്കും വേണ്ടി ശക്തിക്ക് പ്രവൃത്തിക്ക് ഒക്കെ ചെയ്ത ജനകീയനായ ഒരു നേതാവായിരുന്നു. അദ്ദേഹത്തെ സ്മരിക്കാൻ പൊതുജീവിതത്തിൽ നമുക്ക് എപ്പോഴും ഒരു മോഡൽ ആവശ്യമാണ്. അങ്ങനെ നമുക്കൊരു മാതൃക ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഉജ്ജ്വലമായ ഒരു വ്യക്തിത്വം ഒരു സർക്കാർ ജോലി ഉണ്ടായിരുന്നിട്ട് അത് നഷ്ടപ്പെടുമെന്ന് ബോധ്യമുണ്ടായിരുന്നിട്ട് താൻ ഇറങ്ങിത്തിരിച്ച കാര്യത്തിൻ്റെ സാധ്യതയ്ക്ക് വേണ്ടി എന്ത് ത്യാഗവും ശ്രമിക്കാൻ തയ്യാറായി രംഗത്ത് നിലയുറപ്പിച്ച അചഞ്ചലമായ ധീരോദാത്തമായ ഒരു നിലപാട് സ്വീകരിച്ച അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ കഴിയും. അതായത് സത്യാനന്ദ സ്വാമിജിയുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധത്തെക്കുറിച്ച് വളരെ പറഞ്ഞു കാണും. സ്വാമിജിയുമായി ശിവാജിക്കുണ്ടായിരുന്ന ബന്ധം ഒരു ആത്മബന്ധമാണ്. അത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സ്വതന്ത്രമായി സർവ്വവിധ സ്വാതന്ത്ര്യത്തോടും കൂടിയാണ് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യും. ഏത് വിഷയവും അവർ തന്നെ സംസാരിക്കുമ്പോൾ ഇതിനകത്ത് തുറന്ന രീതിയിൽ തുറന്ന ശക്തമായ ഭാഷയിൽ അങ്ങോട്ടും സംസാരിക്കും. അത് ആ ബന്ധത്തെയാണ് കാണുന്നത്. എപ്പോഴും ശിശുവാജിയുടെ ആരോഗ്യ കാര്യങ്ങൾ അന്വേഷിക്കുകയും ശ്രദ്ധിക്കുകയും സ്വാമിജി ചെയ്തു. ഈ അവസരത്തിൽ മറ്റൊരു സ്വാമിജിയെക്കുറിച്ച് വസ്തുത അത് പ്രകാശാനന്ദ സ്വാമി, ശിവന്റെ മഠത്തിൻ്റെ അധ്യക്ഷനായിരുന്ന പ്രകാശാനന്ദ സ്വാമി 31 ദിവസം സെക്രട്ടേറിയറ്റ് പഠിക്കൽ, നിരാഹാരം കിടന്നു ഉപവാസം അനുഷ്ഠിക്കൽ, സ്വാമിജിയുടെ കത്തിലിൻ്റെ ഒരു കാലായി സ്വാമി കിടന്ന എല്ലാ സമയവും കിടന്ന് തൻ്റെ ആവശ്യം നിറവേറ്റാനുള്ള തപസ്സനുഷ്ഠിക്കുന്നു. ആ കത്തിലിൻ്റെ ഒരു കാലിൽ ചുറ്റിപ്പിടിച്ചു അവിടെ ഇരുന്നിരുന്ന ശിശുവാജി അതുകൊണ്ട് ശിബിരമഠത്തിലെ എല്ലാ സ്വാമിജിമാരുടെയും ഹൃദയസ്പർശിയായ ഒരു കാഴ്ചയായിരുന്നു. അവരെല്ലാം ഇപ്പോഴും പറയാം. ശിശുവാജിക്ക് ഒരു പരിക്കേറ്റത് പോലും ശിബിരമഠത്തിൽ വെച്ച് അവിടെ സമരത്തിൽ പ്രകാശാനന്ദ സ്വാമിജിയൊക്കെ പങ്കെടുത്തതിന് ശേഷം മടങ്ങവേ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴാണ് ഒരു ബസ് ഒരു വളവെടുത്തപ്പോൾ ശിവാജി അവിടെ നിൽക്കുന്ന ഒരു പക്ഷേ ഡ്രൈവർ കണ്ടിലാണ്. അത് തട്ടി മറിഞ്ഞു വീണാണ്. വീണ്ടും അദ്ദേഹത്തിന് പരിക്ക് ഒരു സ്കൂട്ടറിൻ്റെ പിന്നാലെ വന്ന് നടക്കാനാവാത്ത കാല് നീട്ടി വെച്ചുകൊണ്ട് പോയപ്പോൾ അതെവിടെയോ തട്ടി വീണ്ടും മറിഞ്ഞു. എന്നിട്ടും പിൻവാങ്ങാൻ ആത്മധൈര്യത്തോടെ, ആത്മാഭിമാനത്തോടെ, ആത്മവിശ്വാസത്തോടെ അദ്ദേഹം പ്രവർത്തന നിരതനായി ഒരു വിട്ടുവീഴ്ച ഒരു കാര്യത്തിലും അദ്ദേഹം കാട്ടി. എൻ്റെ ആരോഗ്യകരമായ ഒട്ടേറെ ക്ലേശവും അവശതയും ഉണ്ടായിരുന്നു. അദ്ദേഹം വിശ്രമിച്ചു. മറ്റാരെങ്കിലുമായിരുന്നെങ്കിൽ ഇത്രയധികം പരിക്കേറ്റ് ഇണങ്ങാൻ നോക്കിയില്ലാത്ത അവസ്ഥയിൽ വിശ്രമിക്കുക എന്നുള്ളത് അതൊരു സൗകര്യപൂർവ്വം ഏറ്റെടുക്കുന്നു പറയുന്നുണ്ട്. പക്ഷേ ഇദ്ദേഹം അതിനൊന്നും കൂട്ടാക്കി തൻ്റെ കുട ഒരു ഊന്നുവടിയായി കൊണ്ടുവന്നു. ആർക്കും അതൊരു കാലിനേറ്റ ഒരു അവശതയാണെന്ന് തോന്നാത്തത്
ഊർജ്ജസ്വലനായി എല്ലാ പരിപാടികളിലും യാതൊരു വീഴ്ചയും വരുത്താതെ അദ്ദേഹം പറഞ്ഞു. പരിപാടികളിൽ കാണിച്ച കൃത്യനിഷ്ഠയും അതുപോലെ തന്നെ പിടിവാശിയും അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഏത് പരിപാടിക്കും അദ്ദേഹം നേരത്തെ ആദ്യം എത്തുന്നത് ശരിയാക്കി അവിടെ ഇരുന്നാൽ ആ പരിപാടിയെല്ലാം തീർന്നിട്ടേ പോകും. അതുപോലെ തന്നെയാണ് പിടിവാശി. ഒരു കാര്യം ഏറ്റെടുത്താൽ അത് വിജയിപ്പിക്കുന്നത് വരെ അതിൻ്റെ പിന്നാലെ എവിടെയും പോകും. പത്രപ്രസ്താവന എഴുതി അതെല്ലാം ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ടൈപ്പ് ചെയ്തു അത് എല്ലാം കറക്ഷൻ ഒക്കെ നോക്കി തന്നെത്താനെ ഇരുന്നതെല്ലാം ശരിയാക്കി ഉൾപ്പെട്ട് ഓട്ടോറിക്ഷ വിളിച്ച് എല്ലാ പത്രാഫീസുകളിലും പോകുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിര പതിയ പ്രവർത്തനമായി. അദ്ദേഹത്തോട് പലരും പറയാൻ മതി അന്ന് അയച്ചു കൊടുത്താൽ പോലെ ടാക്സി ചെയ്താൽ പോലെ എന്ന്. പക്ഷെ അല്ല, ഓരോ പത്രാഫീസിലും പോയി പത്രാധിപരെയും പത്രാധിപരെയും സംഘടിപ്പന്മാരെല്ലാവരെയും നേരിട്ടാണ് ആ ഒരു ബന്ധം കാത്തു സൂക്ഷിക്കാൻ അദ്ദേഹം. അതുകൊണ്ടെല്ലാ പത്രക്കാർക്കും ശിവാജിയെ വലിയ സന്തോഷമാണ്. ഹിന്ദുവിൻ്റെ അന്നത്തെ ചുമതല വഹിച്ചിരുന്ന തമ്പി സാർ അദ്ദേഹത്തിന് ക്ഷേത്രത്തിന് മുകളിൽ കണ്ണാടിയിൽ കൂടി കാണാൻ ശിവാജി താഴെ വരുന്നു. ശിവാജി ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുമ്പോഴേ തമ്പി സാർ അവിടെയുള്ള എല്ലാവരെയും ജാഗരൂകരാണ്. ശിവാജി വരുന്നു. ശിവാജി വരുമ്പോഴേക്കും എല്ലാവരും ചോദിച്ചാൽ ശിവാജി എത്തിക്കഴിഞ്ഞു ഒരു ചായ കൊടുക്കണം. ഒരു പത്രാഫീസിൽ ചെന്ന് ചായ കിട്ടുന്ന ആൾക്ക് ആരും വിവരിക്കുക പോലും. ശിവാജി ആ ബന്ധമാണ്, പത്രലേഖകർ എല്ലാവരുമായിട്ടുള്ള ബന്ധമാണ്. നിലയ്ക്കൽ സമരത്തിൽ പരമേശ്വരജിയുമായി അതുപോലെ ഗുരു നിത്യചൈതന്യജിയുമായി MP മന്മഥൻ സാറുമായി അങ്ങനെ എല്ലാവരുമായി തിരുവനന്തപുരത്ത് നിന്നുകൊണ്ട് ബന്ധപ്പെട്ടത് ശിവാജിയാണ്. നിലയ്ക്കൽ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുന്നത് നിലയ്ക്കൽ സംബന്ധിച്ച് ഒരു വലിയ പൊതുജന സമരം ആരംഭിക്കുന്നതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ അന്ന് ട്രിവാൻഡ്രം ഹോട്ടലിൻ്റെ അടുത്ത് ഒരു ഹോളിൽ യോഗം ചേർന്നു. ശിവാജിയാണ് NSSൻ്റെ SNDP നേതാക്കന്മാരെല്ലാവരെയും കണ്ട് വിളിച്ചു. അവരെല്ലാം അന്ന് സ്വാഗതം പറയുന്നത് ആ സ്വാമി സത്യാനന്ദസ്വാമിജിയാണ് അധ്യക്ഷൻ. അന്ന് സ്വാഗതം പറയാനുള്ള ചുമതല ശിവാജിക്കാണ്. ശിവാജി വളരെ രൂക്ഷമായി അന്നത്തെ മുഖ്യമന്ത്രി കരുണാകരനെ വിമർശിച്ചു. അപ്പോൾ സ്വാഗത പ്രസംഗത്തിന് ശേഷം അധ്യക്ഷത വഹിച്ച സ്വാമിജി പറഞ്ഞു, ഇടയിൽ നീ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണെന്ന കാര്യം മറന്നുപോയത്, എൻ്റെ പണി പോയത് വരും. ശിവാജി പറഞ്ഞു, പണിയല്ലല്ലോ എനിക്കാവശ്യം അയ്യപ്പനാണ്, അതേപോലെ പൂങ്കാവനമാണ്. സ്വാമി പറഞ്ഞു, നീ നേടിയിട്ടേ പിൻവാങ്ങുള്ളൂ എന്ന് തീരുമാനിച്ചു. സ്വാമി പറഞ്ഞതുപോലെ തന്നെ സസ്പെൻഷൻ കിട്ടി. കുറേ ദീർഘനാളുകളോളം സർവീസിൽ നിന്നും മാറിയിരിക്കേണ്ടി വന്നു. അപ്പോൾ സസ്പെൻഷൻ ഓർഡർ വാങ്ങിച്ച് ഉദ്യോഗസ്ഥർ പറഞ്ഞു, നിങ്ങളുടെ ഏറ്റവും വലിയ ഉപകാരം എനിക്ക് ചെയ്തത്. കാരണം എനിക്കിനി മുഴുവൻ സമയം ഇലക്ഷൻ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാതെ ഇത് അസ്വീകരിച്ചു. അപ്പോൾ ഇതിനൊക്കെ ഇങ്ങനെയുള്ള പ്രതിസന്ധികളെ പ്രശ്നങ്ങളെ ഒരിക്കലും അദ്ദേഹം ഒരു പ്രതിസന്ധിയായിട്ടല്ല, താൻ ഉദ്ദേശിക്കുന്ന കാര്യം അവതരിപ്പിക്കാനും നേടിയെടുക്കാനും കിട്ടുന്ന ഒരു അവസരമായിട്ടാണ്. പ്രശ്നങ്ങൾ എപ്പോഴും അദ്ദേഹത്തിൻ്റെ അവസരമാണ്. അദ്ദേഹം തന്നെ പറയാറുണ്ട്, ഇഷ്യൂസ് ആർ ഓപ്പർച്യൂണിറ്റീസ്. എനിക്ക് പ്രശ്നങ്ങളൊക്കെ പറയുന്ന ഒരു അവസരമാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ മുന്നിൽ മുട്ടുകുത്താറുമില്ല, തലകുനിക്കാറില്ല, പന്തിരിഞ്ഞോടാറുമില്ല. അതിനെ അങ്ങേയറ്റം തൻ്റെ
ഇന്നത്തെ പൊതുപ്രവർത്തകർ ധാരാളം കാര്യങ്ങൾ ശിശുപാലിൽ നിന്ന് പഠിക്കാനുണ്ട്. അദ്ദേഹം ഇതൊക്കെ ചെയ്യുമ്പോൾ നിശബ്ദനായിട്ടാണ് ചെയ്യുന്നത്. ഒച്ചപ്പാടുണ്ടാക്കി താൻ ഇതൊക്കെ ചെയ്തുവെന്ന് അവകാശപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള പ്രചാരം നടത്തി ഒരു പ്രസിദ്ധി കിട്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി തൻ്റെ താൻ ചെയ്ത കാര്യങ്ങളെല്ലാം കൂടിപ്പിടിപ്പിച്ച് പെരുപ്പിച്ച് കാണിച്ച് ഇങ്ങനെ പലയിടത്തും കാണാറുള്ള പൊതുപ്രവർത്തനമാണ്. ജയിലിലെ പ്രവർത്തനം നിശബ്ദപ്പെടുക, നിസ്തന്ത്രമായിട്ടാണ്, നിസ്വാർത്ഥമായിട്ടാണ്, സത്യസന്ധമായിട്ടാണ്, ആത്മാർത്ഥമായിട്ടാണ്. അതുകൊണ്ടാണ് എല്ലാവരുടെയും സ്നേഹം പിടിച്ചെടുക്കാൻ പറ്റി. അതുപോലെ തന്നെ പലരുടെയും വിരോധവും പിടിച്ചെടുക്കും. കാരണം തുറന്ന് കാര്യങ്ങൾ പറയുന്നത് ഉള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയും. സമ്മേളന വേദിയിൽ വെച്ചാണെങ്കിൽ പോലും പറയുന്നത് പറയും. അത്രയ്ക്ക് ധീരനായി അതോടൊപ്പം തന്നെ പ്രസ്ഥാനത്തോടുള്ള അങ്ങേറ്റത്തെ വിധേയത്വം, ഭക്തി, ബഹുമാനം, ആദരം അതൊരിക്കലും കൈമോശം വരാൻ അദ്ദേഹം ഇടയാക്കിയിട്ടില്ല. ശാഖയിൽ പോകേണ്ടത് ശാഖയിൽ പോയി. അതുപോലെ ഗണവേഷം ധരിച്ചുകൊണ്ട് നമുക്ക് പങ്കെടുക്കേണ്ട പരിപാടികൾ അത് ചെയ്യുന്നു. അതിലൊന്നും യാതൊരു വിധത്തിലുള്ള കോട്ടവും കുറവും അദ്ദേഹം വരുത്തിയിട്ടില്ല. ആദർശത്തെ അങ്ങേറ്റത്തെ നിഷ്ഠയും വിധേയത്വവും അങ്ങേറ്റത്തെ ആഹ്വാനിച്ചു വെച്ചു പുലർത്തി മറ്റുള്ളവർക്ക് പ്രേരണയും പ്രചോദനവുമായിട്ടാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും നിർവഹിച്ചു. അദ്ദേഹം പോയ വഴി എന്ന് പറയുന്നത് കല്ലും മുള്ളും നിറഞ്ഞതായിരുന്നു. പക്ഷേ ആ കല്ലും മുള്ളും നിറഞ്ഞ പാതയിൽ അതെല്ലാം സഹിക്കാൻ, ക്ഷമിക്കാൻ, അതെല്ലാം ഏറ്റുവാങ്ങാൻ, ആ വേദനകളെല്ലാം സഹിച്ചുകൊണ്ട് മുന്നേറാനും പോയതുകൊണ്ടാണ് പിന്നാലെ വന്നവർ വലിയ ബുദ്ധിമുട്ടില്ലാതെ ആ പാതയിലൂടെ സഞ്ചരിക്കാൻ ശിവാജി ഒരിക്കലും ആർക്കും മറക്കാൻ കഴിയും. എത്രയോ സന്ദർഭങ്ങൾ ഈ ശബരിമലയിലെ വിഷയമായിട്ടുള്ളത്, ഗുരുവായൂരിലെ വിഷയമായിട്ടുള്ളത്, സാമൂഹ്യ തിന്മകൾക്കും സാമൂഹ്യ അസമത്വങ്ങൾക്കും എതിരായിട്ടുള്ള പോരാട്ടങ്ങളിലായിട്ടുള്ളത് എല്ലായിടത്തും ഒരു ജ്വലിക്കുന്ന തീപ്പന്തമാണ്. അദ്ദേഹം എല്ലാവർക്കും വെളിച്ചവും ചൂടും പകർന്നുകൊണ്ട് ഒട്ടേറെ വിഷയം ഒരിക്കലും വിശ്രമിക്കാതെ നിരന്തരമായ പ്രവർത്തനങ്ങൾ നടത്തി. എവിടെയൊക്കെ ഏതെല്ലാം വിഷയങ്ങൾ ഉണ്ടാകുന്നുണ്ടോ അവിടെയെല്ലാം അതൊക്കെ അറ്റൻഡ് ചെയ്യും. അവിടെ എല്ലാവരെയും സംയോജിപ്പിച്ച് നിർത്തി കൂട്ടായ പരിശ്രമത്തിലൂടെ പല വിഷയങ്ങൾ നേടിയെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ കൊല്ലത്ത് പുതിയകാവ് ക്ഷേത്രത്തിൻ്റെ എറണാകുളപ്പള്ളി സ്ഥലത്തുള്ള പുതിയകാവ് ക്ഷേത്രത്തിൻ്റെ മൈതാനം, അവിടെ ഒരു നവദിനാഘോഷ പരിപാടികൾക്ക് വേണ്ടി ദേവസ്വം വിട്ടു. അവിടെ ക്ഷേത്രത്തിൻ്റെ പരിപാടികൾ നടത്താൻ അനുവദിച്ചു. കാരണം അപ്പോഴേക്കും അവിടെ മത്സ്യക്കച്ചവടം, ചന്തയും എല്ലാം അധികം. കാരണം എല്ലാം വ്യാപാരമാണ്. മറ്റേത് പരിപാടികൾ നടത്തിയാൽ അനുവാദം കൊടുക്കുന്നത് അവിടുത്തെ പഞ്ചായത്താണ്, ക്ഷേത്രത്തിൻ്റെ സ്ഥലം. അത് വീണ്ടെടുക്കാൻ വേണ്ടി നടന്നൊരു വലിയ സമരമുണ്ടായി. അങ്ങനൊരു നബിദിനാഘോഷ പരിപാടികൾ അവിടെ നടത്താൻ വലിയ ജാഥയായി വന്നപ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് ആ ക്ഷേത്ര മൈതാനത്തിൽ ജനങ്ങളെ സംഘടിപ്പിച്ചു നിർത്തിയപ്പോൾ അതിൻ്റെ മുൻപിൽ കയറി നിൽക്കാൻ ശിവാജിക്ക് തൻ്റെടമുണ്ട്. ഒരു മടിയും കൂടാതെ ഞാനിന്നും അത് ഓർക്കുകയാണ്. പല വിധത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ, ശാരീരിക വിഷമതകൾ ഉണ്ടായിരുന്നു. ആയിരക്കണക്കിന് വരുന്ന തല്ലുകളും മറ്റും ഒക്കെയായി വരുന്നവരുടെ മുന്നിലേക്ക് ക്ഷേത്രത്തിൻ്റെ മൈതാനം വീണ്ടും കിട്ടാൻ വേണ്ടി നടത്തിയ ഐതിഹാസികമായ പോരാട്ടം അതും ശിശുപാലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിത കഥയിൽ എടുത്ത് ചൂണ്ടിക്കാണിക്കേണ്ട ഒരു സംഭവം. ഇങ്ങനെ എത്രയെത്ര സംഭവം. ഒരിക്കൽ
കല്ലറ സുകുമാരൻ്റെ നേതൃത്വത്തിൽ ഗുരുവായൂർ അമ്പലത്തിലെ ബ്രാഹ്മണ വീട്ടിൽ ആ കല്ലറ സുകുമാരനെ ഗംഭീരമായ സ്വീകരണം നാടുകളെ കൊടുക്കാൻ ഈ തിരുവനന്തപുരത്തു നിന്നാണ് യാത്ര തുടങ്ങി. തുടക്കത്തിൽ തന്നെ കല്ലറ സുകുമാരന് സ്വീകരണം കൊടുത്തുകൊണ്ട് അതോടുകൂടി വിഷയം അടങ്ങ് മാറി. CPM-കാർക്കോ വിമർശകർക്കോ ആർക്കോ ഒരു തരത്തിലും യാതൊന്നും പറയാൻ കഴിയാത്തത് അവരൊക്കെ നാവടപ്പിച്ചുകൊണ്ട് വായടപ്പിച്ചുകൊണ്ട് ആ കാലത്തൊക്കെ ചിന്തിക്കുന്ന പ്രവർത്തനങ്ങൾ വളരെ വലുതാണ്. ഏതായിരുന്നാലും അദ്ദേഹം ക്ഷേത്രങ്ങളുടെ വിമോചനത്തിന് വേണ്ടി ക്ഷേത്രഭരണം സർക്കാർ കൈയടക്കി ഈ ക്ഷേത്രങ്ങളിലെല്ലാം അഴിമതിയും ദുർഭരണവും നടത്തി ക്ഷേത്രങ്ങളെല്ലാം വിപുലമാക്കുന്ന ഇവിടുത്തെ ഭരണ വ്യവസ്ഥയ്ക്ക് ക്ഷേത്രഭരണ വ്യവസ്ഥയ്ക്ക് നടത്തിയ നിരന്തരമായ പോരാട്ടങ്ങളിലേക്ക് അദ്ദേഹം ഉയർത്തിപ്പിടിച്ച സ്വപ്നം ഇനിയും സാക്ഷാത്കരിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ ഹിന്ദുക്കളെയും അവരുടെ അവാന്തര വിഭാഗങ്ങളിൽപ്പെട്ട എല്ലാവരെയും സംയോജിപ്പിച്ചുകൊണ്ട് ഒരു മുന്നേറ്റം നടത്താൻ അദ്ദേഹം ചെയ്ത മഹത്തായ സേവനം നമുക്കിന്ന് ഒരു പ്രേരണയാണ്. ഇവിടെ പൂന്തുറയിൽ വലിയ കലാപമുണ്ടായപ്പോൾ അവിടെ ഓടിയെത്തി ആ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളുടെ കണ്ണുനീർ തുടയ്ക്കാൻ കാണിച്ച മനുഷ്യസ്നേഹം, മനുഷ്യത്വം തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒലിച്ചു നിന്നിരുന്നു. ആ ഒരു സ്നേഹസാന്ദ്രമായ ആ ഒരു നിലപാട് അതാണ് പിന്നീട് ആ പൂന്തറ വിഷയത്തെ മാറ്റിമറിച്ചത്. സ്വാമിജിയോടൊപ്പം അന്ന് പൂന്തറ പ്രദേശങ്ങളിലൊക്കെ സന്ദർശിച്ച് രവീന്ദ്രാക്ഷമേനോൻ കമ്മീഷൻ്റെ മുമ്പിൽ തെളിവുകൾ സഹിതം കാര്യങ്ങൾ രേഖപ്പെടുത്തുക. ഇന്ന് അതേ തുടർന്ന് ഈ കുമാരൻ നായർ സാറും അതുപോലുള്ള ഹിന്ദു സംഘങ്ങൾ എല്ലാവരെയും ഇതൊരു ഹിന്ദു ഐക്യവേദി ആദ്യമായി ക്രമീകരിക്കുന്നത് ശിശുവാജിയുടെ മുന്നിട്ടില്ല. അങ്ങനെ നിരവധി സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ ഈ ഒരു ദിവസം അദ്ദേഹത്തെ സ്മരിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആശയാദർശങ്ങൾ ഏതൊരു മഹത്തായ കാര്യത്തിന് വേണ്ടിയാണോ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ചത്, അദ്ദേഹം ത്യാഗോജ്വലമായ ഒരു ജീവിതം നൽകി. ആ ആശയങ്ങളുടെ സഫലീകരണം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് തീർച്ചയായിട്ടും സന്ദർഭം കൂടിയാണ്. ഈ ആചരണം തീർച്ചയായിട്ടും അതിനുള്ള ഒരു പ്രേരണ